ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ അടുത്ത യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരാമർശിച്ചിട്ടുണ്ടായിരുന്ന SSC MTS എക്സാമിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. സോ നമ്മളിവിടെ കഴിഞ്ഞ SSC CHSL എക്സാം വന്ന സമയത്ത് ഒരു ഡമ്മി ഐഡിയ ഒക്കെ ഉണ്ടാക്കി പ്രോപ്പറായിട്ട് എങ്ങനെയാണ് വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഏകദേശം അതുപോലെയുള്ള സ്റ്റെപ്സ് തന്നെയാണ് SSC MTS എക്സാമിന് അപ്ലൈ ചെയ്യാനും. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഫീൽഡുകൾ അധികമായിട്ട് വെബ് പേജിൽ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, സോ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ഡെമോ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നോക്കാം. ഇന്ന് നമ്മൾ SSC MTS എക്സാമിനേഷന് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്ന് ഉള്ളതിൻ്റെ ഒരു ഡെമോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ SSCയുടെ എല്ലാ എക്സാമിനേഷനും വേണ്ടിയിട്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് SSCയുടെ വെബ്സൈറ്റിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ അങ്ങനെ ഒരു ഫോമാറ്റാണ് സാധാരണ ആയിട്ട് SSC ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇതിന് മുൻപ് നടന്നിട്ടുള്ള SSC CHSL എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മുടെ ഇമെയിൽ ID നമ്മൾ അയച്ചു കൊടുക്കുക, അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക, അതിലേക്കൊരു പാസ്വേഡ് വരും, ആ പാസ്വേഡ് വെച്ചിട്ട് നമ്മുടെ ഈ SSCയുടെ പ്രൊഫൈലിലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. അത് ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഉള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് SSCയുടെ CHSL എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. സോ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഇതുവരെ ഫസ്റ്റ് ടൈം രജിസ്റ്റർ പോലും ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ SSC CHSLനോ അല്ലെങ്കിൽ CGL എക്സാമിനോ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ലോഗിൻ ചെയ്ത് MTS എക്സാമിന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെ ഞാൻ ആ ഒരു പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂസർ നെയിം രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ സേവ് ചെയ്തിട്ടുള്ള എൻ്റെ പാസ്വേഡും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ CHSL എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡമ്മി പാസ്വേഡും ഒരു ഡമ്മി പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എൻട്രി ടെസ്റ്റ് എന്ന് പറഞ്ഞ്. ആ പ്രൊഫൈലിലൂടെയാണ് ഞാൻ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ചർ ഞാനിപ്പോൾ എൻ്റർ ചെയ്യുന്നുണ്ട്, AF NWQ. സോ ഇതാണ് നമ്മുടെ ക്യാപ്ചർ. ഇത് എൻ്റർ ചെയ്ത് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. ഇവിടെ വെൽക്കം എൻട്രി ടെസ്റ്റ് എന്ന് കാണാം. നിങ്ങൾ ഏത് പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പേര് ഇതാ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടാവും. ഞാനിവിടെ കഴ്സർ വെക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹോം പേജിൽ തന്നെ ഇങ്ങനെ കാണാം MTS എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ നോട്ടിഫിക്കേഷൻ പുതിയൊരു ടാബിൽ അന്നേരം തുറന്നു വരുന്നുണ്ടാവും. ഇതാണ് SSCയുടെ MTS എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 22 മാർച്ച് തൊട്ടായിരുന്നു. ഏപ്രിൽ 30 വരെ ദിവസങ്ങളുണ്ട് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ്. ഫീ എന്ന് പറയുന്നത് 100 rupees ആണ്. അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏപ്രിൽ 5 വരെ ആണ്, മെയ് 2 വരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെലാൻ ജനറേറ്റ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് 3 വരെയാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അതിന് വേണ്ടിയിട്ട് ഓഫ്ലൈൻ ചെലാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ അതും ജസ്റ്റ് ഇവിടെ എടുക്കുന്നുണ്ട്. സോ ഇതാദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് വരിക. സോ ഇവിടെ ഞാൻ നേരെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ഈ കാണുന്ന അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ സമയത്ത് എൻ്റർ ചെയ്ത പേരും ഒക്കെ അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ടാകും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആസ് പെർ ദി സർട്ടിഫിക്കറ്റ് ഞാൻ അന്ന് എൻ്റർ ചെയ്തിരുന്നത് എൻട്രി ടെസ്റ്റ് എന്ന പേരാണ്. ഫാദേഴ്സ് നെയിം എൻട്രി ടെസ്റ്റ് 1, മദേഴ്സ് നെയിം എൻട്രി ടെസ്റ്റ് 2. സോ ഇവിടെയൊക്കെ ഇതെല്ലാം ഈ ഫീൽഡുകളെല്ലാം തന്നെ ഡിസേബിൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ്റെ സമയത്ത് എൻ്റർ ചെയ്ത കാര്യങ്ങളാണ്. അത് നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി രജിസ്ട്രേഷൻ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ മോഡിഫൈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഇതാ ഇവിടെ ഇപ്പം ഓറഞ്ച് കളറിൽ കാണുന്നുണ്ടാകും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ
അപ്ലൈ ചെയ്തപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, സോ വൺ ടൈം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CGSL എക്സാമിൻ്റെ സമയത്ത് അപ്ലൈ ചെയ്തതായിട്ടുണ്ട്. അന്ന് കൊടുത്തിരുന്ന രജിസ്റ്റർ നമ്പറും അന്ന് കൊടുത്തിരുന്ന 10th ഇയർ ഓഫ് പാസിങ്ങും ഇതെല്ലാം തന്നെ ഇവിടെ കാണാം. ഇനി ഇവിടെ പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഈ ഒരു ഫീൽഡ് തൊട്ടാണ് നമുക്ക് ഇനേബിൾഡ് ആയിട്ട് കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് വരെയുള്ള എല്ലാ ഫീൽഡുകളും തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ സമയത്ത് എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും ഇതിന് താഴേക്കുള്ളത് നമ്മൾ ഈ MTS എക്സാമിന് സ്പെസിഫിക്കലി ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെൻറ്റർ ചൂസ് ചെയ്യാം. സോ സെൻറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ KKR റീജിയനിലാണ് അല്ലേ, കേരള കർണാടക റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആദ്യത്തെ സെൻറ്ററായിട്ട് തിരുവനന്തപുരം ചൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സെൻറ്ററായിട്ട് ഞാനിവിടെ അന്നേരം ഓൾറെഡി ചൂസ് ചെയ്ത തിരുവനന്തപുരം ഇപ്പോൾ ഡെഡ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്, ഇനാക്റ്റീവ് ആണ്. രണ്ടാമത് തൃശ്ശൂരും പിന്നെ മൂന്നാമത് ഞാൻ എറണാകുളവും ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വെദർ യു ആർ ആൻ എക്സ് സർവീസ്മാൻ ഓർ സെർവിങ് ഇൻ ദി ആംഡ് ഫോഴ്സസ്, ഇതിനു മുൻപ് മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. സോ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാം. ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തൽക്കാലം നോ എന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആംഡ് ഫോഴ്സസിൽ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഫീൽഡുകൾ ആണ് താഴേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോ കൊടുത്തതുകൊണ്ട് ഇതെല്ലാം തന്നെ ഡിസേബിൾഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഹാവ് യു ഓൾറെഡി ജോയിൻഡ് എ സിവിൽ പോസ്റ്റ് ബൈ അവൈലിംഗ് ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ ഫോർ എക്സ് സർവീസ്മെൻ. ഇതിനു മുൻപ് നിങ്ങൾ എക്സ് സർവീസ്മെൻ എന്നുള്ള ആ ഒരു റിസർവേഷൻ വെച്ചിട്ട് സംവരണം ഉപയോഗിച്ചിട്ട് വേറെ ഏതെങ്കിലും സിവിൽ പോസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ നോ എന്ന് കൊടുക്കാം. ഇതും ഡിസേബിൾഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി ഡേറ്റ് ഓഫ് ജോയിനിങ് ദ സിവിൽ പോസ്റ്റ് ഇതെല്ലാം തന്നെ ഡിസേബിൾഡ് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത് ഡു യു നീഡ് എ സ്ക്രൈബ്, നിങ്ങൾക്ക് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രൈബിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി എക്സാം എഴുതാൻ മറ്റൊരാളുടെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വൺ ടൈം രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ നമ്മളുടെ ഡിസബിലിറ്റിയുടെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടാകും. സോ അതിൽ നമ്മൾ നോ കൊടുത്തത് കൊണ്ടാണ് ഇതെല്ലാം ഡിസേബിൾഡ് ആയിട്ടിരിക്കുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനനുസരിച്ച് എൻ്റർ ചെയ്താൽ മതി. ഇനി പിന്നെ ഇഫ് ദ സ്ക്രൈബ് ഇസ് അറേഞ്ച്ഡ് ബൈ SSC അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആർ യു സീക്കിംഗ് ഏജ് റിലാക്സേഷൻ. സോ ഇത് മാത്രം നിങ്ങൾക്ക് ഈ എക്സാമിന്, കാരണം നമുക്കറിയാം ഓരോ എക്സാമിനും ഓരോ ഏജ് റിലാക്സേഷന് ക്രൈറ്റീരിയ ആയിരിക്കും അല്ലേ. ഇപ്പോൾ SSCയുടെ തന്നെ എല്ലാ എക്സാമിനും സെയിം ആകണമെന്ന് നിർബന്ധമില്ല. ചില പോസ്റ്റുകൾക്ക് ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏജ് റിലാക്സേഷൻ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അതിനുള്ള റിലാക്സേഷൻ്റെ കോഡ് നമ്മൾ എടുക്കണം. സോ ഏജ് റിലാക്സേഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 5 years to 13 years ആണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. അത് ഓരോ കാറ്റഗറിക്കും വേറെ വേറെ ഏജ് റിലാക്സേഷൻ്റെ മാനദണ്ഡങ്ങളാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ്ലി നോ കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ഓർ CCAs എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു നീണ്ട ലിസ്റ്റാണ്. ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷനാണ് ഇവിടെ നടക്കുന്നത്. സോ ഒരു 72ഓളം കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. 72ഓളം സ്ഥലങ്ങളും അതിൻ്റെ ഓരോ പേരുകളും, അതായത് അതിനനുസരിച്ചിട്ടുള്ള പോസ്റ്റുകളെ പറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഓരോ എക്സാമിന്, അതായത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എക്സാമിനേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹവൽദാർ പോസ്റ്റുകളിലേക്കുള്ള കാര്യമാണ് അല്ലേ. അതിൽ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് CGST, അതായത് CBNും അതുപോലെ തന്നെ അടുത്തത് CBIC ആണ്. സോ ഇതിലേക്ക് CGSTയും കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസിലേക്കുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ പോസ്റ്റുകളാണ് ഇവിടേക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന സ്റ്റേറ്റ്, ലൊക്കേഷൻസ് ഏതൊക്കെയാണോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണോ അത് നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലേ. സോ അത് അനുസരിച്ച് നിങ്ങൾ ഈ ഓപ്ഷൻ ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് മെല്ലെ കാണിക്കാം, നിങ്ങൾ നോക്കുക. ഞാൻ മെല്ലെ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഇത്രയും 72ഓളം ലിസ്റ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 72ഓളം ടേംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏതൊക്കെയാണോ നിങ്ങളുടെ പ്രിഫറൻസ് അതിനനുസരിച്ചിട്ടുള്ളത് നിങ്ങളിവിടെ ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടീസിൻ്റെ നേരെ താഴെ പോയിട്ട് അനെക്സ്ചർ ഉണ്ടാവുക അല്ലേ. സോ അവിടേക്ക് ഓരോന്നിൻ്റെയും കോഡും അതുപോലെ തന്നെ ഓരോ ബാക്കിയുള്ള ഫോംസും നിങ്ങൾ ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ലാംഗ്വേജസും അതെല്ലാം തന്നെ ഈ ഓരോ അനെക്സ്ചേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഇത് ഫില്ല് ചെയ്യലാണ്. സോ ഇത് ഞാനിപ്പം ഒരു എന്താ പറയുക, ഒരു ഡമ്മി ഡേറ്റ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഒരു റാൻഡം പ്ലേസസ് പിക്ക് ചെയ്തിട്ടാണ് ഞാനിവിടെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിത് ഓരോന്നായിട്ട് സബ്മിറ്റ് ചെയ്ത് തുടങ്ങാം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് 11 തൊട്ടാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഓരോ സ്ഥലത്തിൻ്റെയും, ഓരോ സ്റ്റേറ്റിൻ്റെയും, യൂണിയൻ ടെറിട്ടറിൻ്റെയും, ക്യാപിറ്റലിൻ്റെയും ഒക്കെ ഓരോത്തിൻ്റെയും നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് തന്നെ കറക്റ്റ് എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഇവിടെ ആദ്യം തന്നെ ഞാനിവിടെ 11 ആണ് കൊടുക്കുന്നത്. ഇവിടേക്ക് 11 ആണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. ഇവിടേക്ക് നിങ്ങൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ വേർഡ്സോ ആൽഫബറ്റ്സ് ടൈപ്പ് ചെയ്താലൊന്നും അതിലേക്ക് പോവില്ല. സോ 11, 12, അതിനുശേഷം 13, പിന്നെ 14, ഞാനിപ്പോൾ ഒരു ഓർഡറിൽ കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. 15, അതിനുശേഷം 16, പിന്നെ 17, 18, അടുത്തത് 19, പിന്നെ 20, 21, പിന്നെ 22, അതിനുശേഷം 23, 24, 25, 26, 27, 28, 29, വീണ്ടും 30, 31, 32, 33, 34, 35, 36, 37, അതിനുശേഷം 38, 39, അടുത്തത് 40, വീണ്ടും 41, അത് കഴിഞ്ഞ് 42, വീണ്ടും 43, 44, 45 ആണ്, 45, സോ 46, 47, 48, 49, അതിനുശേഷം ഇവിടെ 50 കൊടുത്തിട്ടുണ്ട്, 50, വീണ്ടും 51, പിന്നെ 52, അടുത്തത് 53, ഓക്കെ സോറി കനോട്ട് ബി സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിവിടെ എൻ്റർ ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ടാകും. ഓക്കെ, അടുത്തത് വീണ്ടും 54. ഇപ്പോൾ സെയിം ആയിട്ടുള്ളത് എൻ്റർ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. കണ്ടോ, ഇവിടെ രണ്ടിടത്ത് 54 കൊടുക്കുന്നത് കൊണ്ടാണ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ സോൺ കോഡ് കനോട്ട് ബി ദ സെയിം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു എറർ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സോ അത് ഞാനിവിടെ മാറ്റി 55, അതിനുശേഷം 56, 57, 58, വീണ്ടും 59, വീണ്ടും തെറ്റിപ്പോയി. സോ 59, അതിനുശേഷം 60, വീണ്ടും 61 കഴിഞ്ഞ് 62, ഓക്കെ. സോ വീണ്ടും അത് സെയിം ആയിപ്പോയി. 62, അതിനുശേഷം എറർ മെസ്സേജ് വന്നു. സോ അത് മാറ്റാം. 63, വീണ്ടും 64, ഇനി അടുത്തത് 65 ആണ്. 66, 67, 68, വീണ്ടും 69, 70, വീണ്ടും വന്നിരിക്കുന്നത് 71, പിന്നെ 72, ഇതിപ്പോൾ 72 വരെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ ഏതെങ്കിലും എക്സ്ട്രാ വന്നിട്ടുണ്ടോ? ഓക്കെ ഫൈൻ. സോ ഇത് ഞാനൊരു പ്രോപ്പർ ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓർഡറിൽ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. സോ ഇവിടെ എത്ര എണ്ണം നിങ്ങൾക്ക് വേണോ അത്രയും എണ്ണം നിങ്ങൾ കൊടുക്കുക. അത് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ തന്നെ അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതേ ലിസ്റ്റ് തന്നെ നമ്മുടെ അനക്ഷർ നോട്ടീസിൻ്റെ, ഈ നോട്ടീസിൻ്റെ അനക്ഷറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ കമ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. ഇനി അടുത്തത്, ഇനി ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. സോ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. സോ ഏതാണ് ഡീറ്റെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. സോ ഞാനിവിടെ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് MTech ആണ്. ഇനി അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ക്വാളിഫിക്കേഷൻ വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ദി എക്സാമിനേഷൻ ആണ്. ഈ എക്സാം എഴുതുന്നതിന് വേണ്ട യോഗ്യത 10ാം ക്ലാസ് ആണ് അല്ലേ. സോ 10 സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഈക്വലൻ്റ് ടു 10 സ്റ്റാൻഡേർഡ് ഏതെങ്കിലും ഒന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാസിംഗ് ഇയർ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. സോ ഇവിടെ പാസ്ഡ് എന്ന് കൊടുക്കാം. ഇനി CBSE എന്നൊക്കെ ഞാൻ കഴിഞ്ഞ തവണ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂ ആയിട്ട് ഞാനിവിടെ ഒരു 75 ആണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ 75% അല്ലെങ്കിൽ 7.5 CGPA എന്ന് കൊടുക്കാം. ഇനി ഡു യു വോണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ ആക്സസിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേംസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, സോ ഇനി ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് ഇതുപോലെയുള്ള SSCയിലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങളുടെ മെയിലിലേക്കൊക്കെ വരാൻ താല്പര്യം ഉണ്ടോ എന്നാണ്. സോ നിങ്ങൾക്ക് യെസ്സോ നോവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യലാണ്. സോ അത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുക്കണം. എന്ന് വെച്ചാൽ ഡിസംബർ 23 2021 മുൻപ് എടുത്ത ഫോട്ടോഗ്രാഫ്സ് എടുക്കരുത്. അതിനുശേഷമുള്ളത് എടുക്കാൻ പാടുള്ളൂ. JPEG-ലോ JPG ഫോമാറ്റിലോ ആയിരിക്കണം. അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ചൂസ് ചെയ്ത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫയൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇതാ ഫോട്ടോ അപ്ലോഡഡ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സിഗ്നേച്ചറിനും അതുപോലെയുള്ള ഒരു ഇതാ അപ്പോൾ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ആയില്ല, കാരണം അതിൻ്റെ സൈസ് കുറയ്ക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈസ് കൂട്ടണമെന്നുണ്ട്. സോ ഞാൻ വേറൊരു സിഗ്നേച്ചറാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടും അപ്ലോഡഡ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ്, അതായത് ഈ 3.5 × 4.5 സെൻറ്റിമീറ്റർ ഇൻറ്റു അതിൻ്റെ ഹൈറ്റും വിത്തും ഉള്ള ഫോട്ടോസും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഇതുപോലെയുള്ള സിഗ്നേച്ചറും ഇത് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യും അല്ലേ. പക്ഷേ സിസ്റ്റം ഇതിൻ്റെ ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ തന്നെയാണോ എന്നോ അല്ലെങ്കിൽ ബ്ലർഡ് ആയിട്ടുള്ള ഫോട്ടോ തന്നെയാണോ എന്നൊന്നും വാലിഡേറ്റ് ചെയ്യുന്നില്ല. സിസ്റ്റം ഫയൽ സ്പെസിഫിക്കേഷൻസ് മാത്രമേ നോക്കുകയുള്ളൂ. സോ ഇതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ അതെല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ ചെയ്തുകൊള്ളുക. ഇനി നമ്മളിവിടെ ഒരു ഡിക്ലറേഷനിൽ നമ്മൾ ഐ അഗ്രി എന്ന് പറഞ്ഞ് ഈ ബോക്സ് ടിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്ന ക്യാപ്ചർ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക, FI, അതിനുശേഷം WKC. ഓക്കെ, സോ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രിവ്യൂ കൊടുക്കുക. ഓക്കെ, സോ പ്രിവ്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓക്കെ വെദർ ദി ഫോട്ടോഗ്രാഫ് ഹാസ് ബീൻ ടേക്കൺ ഓൺ ഓർ ആഫ്റ്റർ 23 ഡിസംബർ ആ ഒരു ഡിക്ലറേഷൻ കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട്. 23 മുമ്പ് ശേഷം എടുത്തതാണോ എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി അല്ല, പക്ഷേ ഞാൻ ഇവിടെ ഡമ്മി ഡേറ്റ എന്ന നിലയിൽ ഞാനിവിടെ യെസ് കൊടുക്കുന്നുണ്ട്. ഇനി പ്രിവ്യൂ കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും എറർ മെസ്സേജസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് പ്രിഫറൻസസ് റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് സ്റ്റേറ്റ് പ്രിഫറൻസും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ബാക്കി വാല്യൂ നമുക്ക് എഴുതി നോക്കാം. സോ ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എൻറ്റർ ചെയ്ത് തെറ്റിപ്പോയെങ്കിൽ റീസെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതല്ലെങ്കിൽ ഇവിടെ ഫില്ലിംഗ് ഓഫ് ഓൾ പ്രിഫറൻസസ് മാൻഡേറ്ററി എന്ന് വെച്ചാൽ എല്ലാ പ്രിഫറൻസും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. ഹൗഎവർ എന്നിരുന്നാലും ഇഫ് യു വാണ്ട് ടു ഗിവ് ലിമിറ്റഡ് പ്രിഫറൻസസ് ദെൻ എൻ്റർ X ഇൻ ദ റിമൈനിങ് ബോക്സസ്. സോ പക്ഷേ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രിഫറൻസ് എൻ്റർ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ X എൻ്റർ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഞാൻ X എൻ്റർ ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വന്നു. ആർ യു ഷുവർ യു വാണ്ട് ടു എൻ്റർ X? യു കനോട്ട് enter any more state or union territory preferences after entering X എന്ന് പറയുന്നുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ X രണ്ടിടത്തും ഡിസേബിൾ ആയി. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് പ്രിവ്യൂ കൊടുത്ത് നോക്കുമ്പോൾ ഇനി എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സോ ഇല്ല, ഇത് നേരെ പോയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മളിപ്പം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം. ഞാനിവിടെ മെയിൽ കാൻഡിഡേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കാരണം അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കിവിടെ ഫീസിൻ്റെ ഓപ്ഷൻ കാണുള്ളൂ, ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ. സോ അതുകൊണ്ടാണ് മെയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കൊടുത്ത പ്രിഫറബിൾ എക്സാം സെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ട്രിവാൻഡ്രം, തൃശ്ശൂർ ആൻഡ് എറണാകുളമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ കൊടുത്തതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പ്രിഫറൻസസ് ഓഫ് സ്റ്റേറ്റ്സ് ഓർ UTs ഓർ CCAs എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അപ് ടു 72, അതിനുശേഷം X and X വന്നിട്ടുണ്ട്. ഇനി ഡു യു വാണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ ആക്സസിബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നോ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫൈനലി സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ ഈ എഡിറ്റ് ഓർ മോഡിഫൈ കൊടുക്കുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇതേ സബ്മിറ്റ് ചെയ്യുക. യു കനോട്ട് എഡിറ്റ് ആഫ്റ്റർ ഫൈനൽ സബ്മിഷൻ. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുകയാണെങ്കിൽ ഇവിടെ ക്യാൻസൽ കൊടുക്കുക, എന്നിട്ട് വീണ്ടും എഡിറ്റ് ആൻഡ് മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ ആയിട്ട് വരും. ആപ്ലിക്കേഷൻ ഫോം ഇസ് പ്രൊവിഷണലി അക്സെപ്റ്റഡ്. ഡു യു വാണ്ട് ടു പ്രൊസീഡ് ടു പേയ്മെൻറ്റ്? സോ നമുക്ക് ഇനി പേയ്മെൻറ്റ് ചെയ്യണം അല്ലേ. മെയിൽ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഫ്രീ ആണ്. സോ ഞാനിവിടെ യെസ് കൊടുക്കുന്നുണ്ട്. സോ ഇത് ഓൺലൈൻ ആയിട്ട് വേണോ ഓഫ്ലൈൻ ആയിട്ട് വേണോ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചെലാൻ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ഇവിടെ ജനറേറ്റ് ചെലാൻ എന്ന ഓപ്ഷൻ വരും. അത് കൊടുക്കുന്ന സമയത്ത് ഇത് ഡയറക്റ്റ്ലി ഇവിടെ ഡൗൺലോഡഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് SSCയുടെ ഫീസ് സബ്മിറ്റ് ചെയ്യേണ്ട ചെലാൻ. SBIയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി അങ്ങനെ അല്ല എങ്കിൽ
നമുക്ക് ഓൺലൈൻ എടുക്കാം. സോ ഇവിടെ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ആർ ബീങ് റീഡിറക്റ്റഡ് ടു പേയ്മെൻറ്റ് പേജ്. സോ ഇവിടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പേ ചെയ്യാം. ഇവിടെ UPI പേയ്മെൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഗൂഗിൾ പേയിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ കാർഡ് പേയ്മെൻറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റും കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മെയിലും വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെന്ന് പറയുന്ന ഒരു മെസ്സേജും ഈ ഹോം സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. സോ ഞാൻ ക്യാൻസൽ കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ലോഗ് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ SSCയുടെ MTS എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെമോ ആണ്. ഒന്നുകൂടി പറയുന്നു, 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ന്യൂ യൂസറായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ മതി. ഇത് ഒക്കെയുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഉള്ള വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. കമൻറ്റ് ബോക്സിലും ഞങ്ങൾ ആ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നേരെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉത്തരം തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ കോഴ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എക്സാമിനെ സംബന്ധിച്ചോ ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ എൻട്രിയുടെ SSC എക്സാംസിൻ്റെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.